ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഗുരുവായൂർ അമ്പലനടൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പിട്ട് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പൃഥ്വിരാജ്, സുകുമാരൻ, ബേസിൽ ജോസഫ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ബിപിൻ ദാസ് അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലർ റിവ്യൂ നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. ജയ 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 ഹേ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ബിപിൻ ദാസ് ഡയറക്ട് ചെയ്ത ഒരു കോമഡി ഫാമിലി എന്റർടൈനറാണ് ഗുരുവായൂർ അമ്പലനടൻ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ആനന്ദ്, ബിനു രാമചന്ദ്രൻ എന്ന് രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് ചിത്രത്തിൽ ബേസിൽ ജോസഫ് അതോടൊപ്പം പൃഥ്വിരാജ് എത്തുന്നത്. എന്തൊക്കെയാണ് ഇവരെ കൂടെ തന്നെ അനശ്വര രാജൻ, നികിര വിവര തുടങ്ങിയവരാണ് നായകന്മാരായിട്ടുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനൻ, E4 എന്റർടൈൻമെന്റ് ബാനറിൽ മുകേഷ് ആർ മേത്ത, CV സാരഥി എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മികച്ച കോമഡി നമ്പറുമായിട്ട് വരുമ്പോൾ യോഗി ബാബുവിന്റെ ആദ്യ മലയാള സിനിമയായിട്ട് മാറുന്നുണ്ട്. ഇവരോടൊപ്പം തന്നെ ജഗദീഷ്, രേഖ, ഇർഷാദ്, സിജു സണ്ണി, സൗഫാൻ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, മനോജ് കെ തുടങ്ങിയവർ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് നിർമ്മത്തിൽ ചാലിച്ച മികച്ചൊരു ട്രെയിലർ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാസിയായിരിക്കുന്ന ബേസിന്റെ കഥാപാത്രം കല്യാണത്തിന് വേണ്ടി നാട്ടിലോട്ട് വരുന്നതാണ്. അതായത് നമ്മുടെ പൃഥ്വിരാജിന്റെ പെങ്ങളെ കല്യാണം വെച്ചിരിക്കെ പിന്നീട് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ശ്രദ്ധേയം. എന്തൊക്കെയാണ് ക്ലൈമാക്സ് ഗംഭീര ട്വിസ്റ്റുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മലയാള സിനിമയുടെ എക്കാലത്തും വലിയൊരു ക്യാൻവാസിലാണ് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് 2024 മികച്ച തുടക്കം തന്നെ പൃഥ്വിരാജിനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലൂടെ. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഗുരുവായൂർ അമ്പലനടൻ എന്ന് പറയുന്ന സിനിമ മാറുമെന്നും കണ്ടു തന്നെയാണ്. എന്തൊക്കെയാണ് മികച്ച ഒരു വർഷമായിട്ട് മാറുകയാണ്. കാരണം എല്ലാ മാസവും 100 കോടി ക്ലബുള്ള ചിത്രങ്ങൾ പിറക്കുന്ന ഈ ഒരു 2024 ഈ ഒരു വർഷത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിരിക്കുന്ന ചിത്രം കൂടിയാണ് ഗുരുവായൂർ അമ്പലനടൻ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് നാളെ ഗുരുവായൂർ അമ്പലനടൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.